നമസ്കാരം. അന്നും ഇന്നും തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാഭിനയം അവസാനിപ്പിച്ചു. ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ. ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണ്ണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ അന്ന്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു നടത്തിയത്. സിനിമ പോലൊരു ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 1995 പുറത്തിറങ്ങിയ സാക്ഷ്യമാണ് മഞ്ജു വാര്യരുടെ ആദ്യ ചിത്രമെങ്കിലും സല്ലാപത്തിലൂടെയാണ് നായികയായി അരങ്ങേറുന്നത്. സാഗരം എന്ന പേരിൽ ലോഹിത് ദാസ് തിരക്കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോസ് തോമസ് ആണ്. ലോഹിത് ദാസ് ലൊക്കേഷനിലേക്ക് കുറെ മാഗസീനുകൾ വരുത്തും. സാഗരം എന്ന ലൊക്കേഷനിൽ വെച്ച് ഏതോ ഒരു മാഗസീനിലെ മുഖചിത്രം മഞ്ജു വാര്യരുടേതായിരുന്നു. വളരെ നല്ല തിളക്കത്തോട് കൂടിയ ഒരു ചിത്രം. സല്ലാപമൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത സമയമാണ്. എങ്കിലും ആ ചിത്രം നോക്കിയിട്ട് ഇത് എൻ്റെ ഒരു നായികയാകാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് ലോഹിത് ദാസ് വളരെ സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞുപോയി. ലോഹിത് ദാസ് എന്ന വ്യക്തി തന്നെ അഭിനയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് മഞ്ജു വാര്യർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. സല്ലാപത്തിലേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് ആനിയായിരുന്നെങ്കിലും പിന്നീട് അത് മഞ്ജു വാര്യരിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് സല്ലാപത്തിന്റെ ആലോചന സമയത്ത് ഇത് ഓർത്തെടുത്ത് മഞ്ജു വാര്യരുടെ കണ്ണൂരിലെ വീട്ടിലേക്ക് ലോഹിത് ദാസ് അടക്കമുള്ളവർ എത്തുകയായിരുന്നു. ആദ്യം നായികയായ സല്ലാപം എന്ന ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിൽ ഇറുപ്പുറപ്പിച്ചതാണ് മഞ്ജു വാര്യർ. സല്ലാപം സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലെ മഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ചും അതിന് പിന്നിലെ സംഭവങ്ങളെക്കുറിച്ചും ഒപ്പം അഭിനയിച്ച നടൻ മനോജ് കെ ജയൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മഞ്ജുവിന്റെ കഥാപാത്രമായ രാധ തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും മനോജ് കെ ജയന്റെ കഥാപാത്രം രക്ഷിക്കുന്നതുമാണ് അവസാന രംഗം. ഈ രംഗം ചിത്രീകരിക്കുമ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മനോജ് കെ ജയൻ പറഞ്ഞത്, മഞ്ജു യഥാർത്ഥ കഥാപാത്രമായി മാറിയതുപോലെ ആയിരുന്നുവെന്നും തീവണ്ടിക്ക് മുന്നിൽ നിന്ന് കഷ്ടിച്ചാണ് പിടിച്ചു മാറ്റിയതെന്നുമാണ്. ഇതേക്കുറിച്ച് മഞ്ജു തന്നെ ഇപ്പോൾ തുറന്നെഴുതിയിരിക്കുകയാണ്. പപ്പാപ്പയ്ക്ക് വേണ്ടി എഴുതിയ ബ്ലോഗിലാണ് സല്ലാപത്തെക്കുറിച്ച് മഞ്ജു തുറന്നെഴുതിയിരിക്കുന്നത്. സല്ലാപത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ചെറുതുരുത്തി റെയിൽവേ പാലത്തിന് മുകളിലായിരുന്നു. സംവിധായകനായ ലോഹിത് ദാസ് രാധയുടെ മാനസികാവസ്ഥയും എങ്ങനെയാണ് പെരുമാറുക എന്നും വിവരിച്ചു തന്നു. രാധ ആത്മഹത്യക്ക് അരികെയാണ്, അതല്ലാതെ വേറെ വഴിയില്ല. അവൾ ഒരു പാടവരമ്പിലൂടെ ഓടുന്നു. ഓടി തീവണ്ടി പാളത്തിലേക്ക് കയറുന്നു. പിന്നെ ചുണ്ടിലൊരു ബീഡിയും കത്തിച്ച് വില്ലനെ പോലെ ചുവന്ന വെളിച്ചവുമായി വരുന്ന തീവണ്ടിക്ക് നേർക്ക് പാളത്തിലേക്ക് കരച്ചിലൂടെ വീഴുന്ന രാധ തീവണ്ടി മറ്റേ പാളത്തിലൂടെ പോകുന്നത് കണ്ട് അതിന് നേർക്ക് കുതിക്കുകയാണ്. അതാണ് എനിക്ക് അഭിനയിക്കേണ്ടിയിരുന്ന രംഗം, മഞ്ജു കുറിക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നും മനോജ് കെ ജയൻ എങ്ങനെ പാളത്തിൽ നിന്ന് തന്നെ പിടിച്ചു മാറ്റിയെന്നും മഞ്ജു വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പാളത്തിൽ വീണ ഞാൻ അല്ല, രാധ അടുത്തുകൂടി പാഞ്ഞു പോകുന്ന തീവണ്ടിയുടെ നേർക്ക് അലറിച്ചെന്നു. മനോജേട്ടനാണ് ആ സീനിൽ കൂടെയുള്ളത്. ഓടി വന്ന മനോജേട്ടൻ രാധെ എന്ന വിളിയോടെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ ഞാൻ പിടിയിൽ നിൽക്കുന്നില്ല. തീവണ്ടിയുടെ നേരെ സർവ്വശക്തിയും എടുത്ത് കുതിര ചെല്ലുകയാണ്. ഇതിനിടയിൽ രാധ എന്ന വിളി മാറ്റി മനോജേട്ടൻ മഞ്ജു എന്നാക്കി കഴിഞ്ഞിരുന്നു. ആ സിനിമയിൽ പറയേണ്ട ഡയലോഗുകളൊക്കെ മറന്ന് മനോജേട്ടൻ ദിവാകരിൽ നിന്ന് മനോജ് കെ ജയനായി മാറി. പക്ഷെ ഞാൻ രാധ തന്നെയായിരുന്നു. അവൾക്ക് മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല. അതെ, ആ നിമിഷം രാധയ്ക്കല്ല, എനിക്ക് ആത്മഹത്യ ചെയ്യണമായിരുന്നു. മനോജേട്ടൻ ആഞ്ഞു വലിച്ചിട്ടും ഞാൻ തീവണ്ടിക്ക് നേരെ തന്നെ കുതിച്ചു. ഇതിനിടയിൽ എൻ്റെ നീണ്ട മുടി തീവണ്ടിയുടെ വാതിലിനരികിലെ കൈ പിടിക്കുന്ന കമ്പിയിൽ ഉടക്കി. അതിനൊപ്പം ഞാനും തീ ചിതറിച്ച് പായുന്ന ചക്രങ്ങൾക്കിടയിലേക്ക് വീഴേണ്ടതായിരുന്നു. പക്ഷേ മനോജേട്ടൻ എന്നെ അഭിനയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വലിച്ചിട്ടു. എൻ്റെ കുറേ മുടിയഴകളുമായി പിന്നെ ഒരു നിശബ്ദത. മനോജേട്ടൻ്റെ ആഞ്ഞുള്ള കർണത്തടിയുടെ ശബ്ദം പോലും ഞാൻ കേട്ടില്ല. അതെൻ്റെ കവിളിലായിരുന്നോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ തളർന്ന് നിലത്തേക്കിരുന്നു. അപ്പോഴേക്കും ലോഹിത് സാർ അടക്കമുള്ളവർ ഓടി വന്നു. ലോഹിത് സാർ എൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് കഴിഞ്ഞു എന്ന് പലവട്ടം പറഞ്ഞു. മുഖത്ത് വെള്ളം തളിച്ചു. പിന്നെയും കുറേ നിമിഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത്. സംവിധായകൻ സുന്ദർദാസ് സാറും യൂണിറ്റിലുമുള്ളവരുമൊക്കെ വന്ന് എന്താണ് ഈ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചു. അവർ കട്ട് വിളിക്കാൻ പോലും ആകാതെ നിൽക്കുകയായിരുന്നു അത്രയും നേരം. മുന്നിൽ സിനിമയല്ല, പകരം ജീവിതം മഞ്ജു കുറിച്ചു. അന്ന് വളരെ അപക്വമായാണ് പെരുമാറിയത് എന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നുമെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. എന്തായാലും മഞ്ജു വാര്യരുടെ ആദ്യ സിനിമ സല്ലാപമല്ല, സാക്ഷ്യം എന്ന ചിത്രമാണ്. എന്നാൽ മഞ്ജു ആദ്യമായി നായിക കഥാപാത്രം ചെയ്ത സിനിമ സല്ലാപം തന്നെയാണ്. ലോഹിദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മഞ്ജുവിന്റെ കരിയറിലും ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയ സിനിമ കൂടിയാണ് സല്ലാപം. ലോഹിദാസിന്റെ സല്ലാപം മാത്രമല്ല, കന്മദത്തിലെയും തൂവൽ കൊട്ടാരത്തിലെയും മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് തന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണെന്ന് പലപ്പോഴായി മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹമെന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യർ, മോഹൻലാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി AK ലോഹിത് ദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കന്മദം. ഭൂതക്കണ്ണാടി, കാരുണ്യം എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ എത്തിയ ലോഹിത് ദാസ് ചിത്രം 1998 ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു. മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു കന്മദത്തിലെ ഭാനു. ചിത്രത്തിന്റെ ലൊക്കേഷനും അന്നേറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ഇതുപോലെ തന്നെ നേരത്തെ മലമ്പുഴയിലെ കന്മദം ഷൂട്ട് ചെയ്ത പ്രദേശങ്ങൾക്ക് വീണ്ടും എത്തിയ സിന്ധു പനയ്ക്കൽ
പങ്കുവച്ച കുറിപ്പും ഒരിടയ്ക്ക് ചർച്ചയായി മാറിയിരുന്നു. ഇപ്പോൾ മഞ്ജുവിന്റെ ഒരു കുറിപ്പ് വൈറലാകുമ്പോഴാണ് ഈ പോസ്റ്റും വൈറലായി മാറുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: 26 വർഷങ്ങൾക്ക് ശേഷമാണ് കന്മദത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയായിരുന്നു സിന്ധു ആ പഴയ ലൊക്കേഷനിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ബാനു പോവുകയാണെന്ന് അറിഞ്ഞു. വിശ്വനാഥൻ അതേ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ്സ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം എന്നാണ് പറയുന്നത് വിശ്വനാഥൻ, അതായത് മോഹൻലാലും മഞ്ജുവും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ അവസാന രംഗവും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്തായാലും ആ സീനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: കന്മദം എന്ന സിനിമയിലെ ഈ സീൻ ചിത്രീകരിക്കാൻ ലോഹിത് സാർ തെരഞ്ഞെടുത്തത് കവയിലെ മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടിന്റെ തൊട്ടടുത്ത് ചെറിയൊരു തോടുണ്ട്. ആ തോടിന് കുറുകെ ചാഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങും. 26 വർഷത്തിന് ശേഷം ഞാൻ അവിടെ വീണ്ടും പോയി. ഇന്നലെ കന്മദത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ഞാൻ. മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും മാളച്ചേട്ടന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും അവിടെയില്ല. മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ലാലേട്ടൻ നിൽക്കുന്ന ചെറിയ കുന്ന് ഇപ്പോൾ മഞ്ജുവിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണാനില്ല. കവുങ്ങും തെങ്ങും വളർന്ന് കാഴ്ച മറച്ചിരിക്കുന്നു. പക്ഷെ ഒന്ന് അവിടെ ബാക്കിയുണ്ട്: ഈ സീൻ എടുത്ത ആ തെങ്ങും ചെറിയ തോടും. അന്ന് അത് ജീവനുള്ള തെങ്ങായിരുന്നു. ഇന്നത് തലതെറിച്ച് ജീവനില്ലാതെ നിൽക്കുന്നു. ബാനുവിന്റെയും വിശ്വനാഥന്റെയും കരൾ സ്പർശമേറ്റ ആ തെങ്ങ്, ലോഹിത് സാറിന്റെ സ്റ്റാർട്ടും കട്ടും കേട്ട ആ തെങ്ങ്, ആ തെങ്ങിന്റെ ജീവനറ്റ് പോയിരിക്കുന്നു. ലോഹിത് സാറിനെ പോലെ, മാളച്ചേട്ടനെ പോലെ, രാമചന്ദ്ര ബാബുവേട്ടനെ പോലെ, രവീന്ദ്രൻ മാഷിനെ പോലെ, ഉഷാറാണി ചേച്ചിയെ പോലെ, ബാനുവിന്റെ മുത്തശ്ശിയെ പോലെ, മുത്തച്ഛനെ പോലെ. ലോഹിത് സാറിന്റെ 3 കഥാപാത്രങ്ങളാണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്: തൂവൽ കൊട്ടാരം, കന്മദം, സല്ലാപം എന്നീ സിനിമകൾ. ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെക്കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവരും ഒരുപോലെ പറയുന്ന കഥാപാത്രം കന്മദത്തിലെ ബാനുവാണെന്ന് പലപ്പോഴും മഞ്ജും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു കഥാപാത്രം എന്നെപ്പോലെ വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞൊരു നടിക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹിത് സാറിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യരുടെ അഭിനയരംഗ അരങ്ങേറ്റം. തൂവൽ കൊട്ടാരം, സല്ലാപം, ഈ പുഴയും കടന്ന്, ആറാം തമ്പുരാൻ എന്നിവയാണ് അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ. വിവാഹശേഷം അവർ അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ 14 വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തി. മഞ്ജുവിന് ഒരു ദേശീയ ചലച്ചിത്ര അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 7 ഫിലിം ഫെയർ അവാർഡുകൾ, സൗത്ത് എന്നിവ ലഭിച്ചിട്ടുണ്ട്.